കിഷ്കിന്ധാകാന്ഡവും എ.ആർ.എമ്മും ഒരുമിച്ചാണ് റിലീസാവുന്നത്. അപ്പം ഞാൻ ആദ്യം എ.ആർ.എം കണ്ടിട്ട് രണ്ടാമത് കിഷ്കിന്ധാകാന്ഡം കണ്ടു. കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ആദ്യം വന്ന ഒപ്പീനിയൻ എൻ്റെതാണ് യൂട്യൂബിൽ. അപ്പോൾ ഇത് കണ്ട് എൻ്റെ കിളി അങ്ങ് പോയി. ഞാനിത് ഇത് ഇത് എൻ്റെ കൂട്ടുകാരോട് എല്ലാം വിളിച്ച് പറഞ്ഞു അന്യായ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബാഹുലിൻ്റെ നമ്പർ കിട്ടി. ബാഹുൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് കുറേ സമയം സംസാരിച്ച് അതിൻ്റെ നന്ദിയൊക്കെ അറിയിച്ചു, നല്ല സിനിമ നമുക്ക് തന്നതിൻ്റെ. അപ്പോൾ പുള്ളിക്കാരനടുത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ട് ഇൻസ്പിറേഷൻ ആയതാണോ, എവിടെയെങ്കിലും ഒരാളുടെ കഥ കേട്ടതോ, ഒരാളെ പോലെ സാമ്യത? കാരണം നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ കഥാപാത്രത്തിനോട് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്, പുള്ളിയുടെ മനസ്സിൽ തോന്നിയ ഒരു കഥ, ഒരു കഥാപാത്രത്തിനെ പോർട്രേ ചെയ്ത് എഴുതിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് അങ്ങനെയൊക്കെ ഫിക്ഷനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറിയത് രണ്ടാമത് കേരള ക്രൈം ഫയൽസ് പാർട്ട് 2 കണ്ട സമയത്താണ്. അപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ എന്തുവാണെങ്കിലും പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഇത് 3 പടങ്ങളും ഒരേ ടെംപ്ലേറ്റ് ആണ് കേട്ടോ. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആ സിനിമ ആണ് ഇത് എന്നല്ല, ആ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് ഒരു സിമിലാരിറ്റി വരുന്നത്. പക്ഷേ എൻറ്റയർലി ഡിഫറൻസ് സാധനമാണ്. ഇങ്ങനൊരു സിനിമ മുമ്പ് വന്നിട്ടില്ല, വേറെ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്ത് ഈ സിനിമ അതുപോലത്തെ ആണെന്ന് അങ്ങനെ ഒരു മുൻ വാർപ്പ് മാതൃകളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് എക്കോ. കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു, അവർ പരസ്പരം എന്തെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. അവർ വന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരിട്ട്, കുറേ വിഷയങ്ങളിട്ട്, കുറേ പാസ്റ്റിലും മുമ്പ് നടന്നതും അവിടെ ഇവിടെയുള്ള കുറേ ആൾക്കാരുടെ കഥ പറച്ചിൽ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താണെന്നുള്ള ഒരു കുറേ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ നമുക്കിങ്ങനെ ഇട്ട് തന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പം ഇത് പതുക്കെ ചുരുളയിച്ച് വരുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരിക്കും അതിൻ്റെ അവസാനം നടക്കുന്നത്. ഈ ടെംപ്ലേറ്റാണ് ഈ രണ്ടിനും പിടിച്ചിരുന്നത്, ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇതിൽ രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൃഗങ്ങളുടെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. ആദ്യത്തെ സിനിമയിൽ കുരങ്ങനുണ്ട്, രണ്ടാമത്തെ സിനിമയിൽ പട്ടിയുണ്ട്, ഈ സിനിമയിലും പട്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അനിമൽസിൻ്റെ അടുത്തൊക്കെ അദ്ദേഹത്തിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമ വന്ന സമയത്ത് ഇതും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇത് എങ്ങനെയുടെ എഴുതി ഉണ്ടാക്കണം, ഇത് എവിടെ നിന്നാ ഈ തലയിൽ ഇതൊക്കെ? ഞാൻ പറഞ്ഞില്ലേ, ഇത് അതേ ടെംപ്ലേറ്റ് സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ പോലും ആ സിനിമ ഈ സിനിമയും ഒന്നല്ല, വേറെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എടുത്ത് വച്ചിരിക്കുകയാണ്. എങ്ങനെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് സിനിമാറ്റിക് ഹൈ കിഷ്കിന്ധാകാന്ഡത്തിൽ എന്ത് കിട്ടിയോ ആ സാധനം, അതായത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമാണ്. ഈ സിനിമ ഒരു ആർട്ട് പടം, മറ്റേ ബുദ്ധിജീവി പടം അങ്ങനെയൊക്കെ ഫീൽ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടാവും ഈ സിനിമ കണ്ട്. ഇതെന്തായി അങ്ങനെയൊന്നും അല്ലടാ, ഇതൊരു മിസ്റ്ററി ത്രില്ലർ. ഇത് വലിയ ബുദ്ധിജീവി ഒന്നുമില്ല. സാധാരണ പ്രേക്ഷകർക്ക് ഒരുപാട് ആധികാരികൾ ചിന്തിക്കാൻ പറ്റാതെ കിഷ്കിന്ധാകാന്ഡം എങ്ങനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ അതുപോലെ നിങ്ങൾക്ക് ഇത് ആസ്വദിച്ച് കാണാൻ പറ്റും. ഈ സിനിമയിലെ ക്യാരക്ടറൈസേഷൻ, ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഇതൊക്കെ ഒന്നും പറയാനില്ല. അതിൻ്റെ ഡയറക്ഷൻ ദിനജിത്ത് അയ്യത്താൻ അന്യായ ഡയറക്ഷൻ. അതുപോലെ സ്കോറടെ മുജീബ് മജീദ്. ഈ സിനിമയിൽ ഒരു 90% സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാൽ എന്തിനിടെ എല്ലാ സീനിലും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തിക്കറ്റണമെന്ന് നമുക്ക് തോന്നൂലേ? ഇതിൽ പക്ഷേ നമ്മൾ ആ വിഷ്വൽ കാണണം, ആ സീൻ കാണുന്ന സമയത്ത് ആ പ്രദേശത്ത് ആ മ്യൂസിക് ഓടുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. അത്രയും മാത്രം ആ സീൻ എലിവേറ്റ് ചെയ്ത് അതുവരെ ചേർന്ന് സിങ്ക് നിൽക്കുന്ന ആ മ്യൂസിക്കിൻ്റെ ചെറിയ ഡൈവേഷനൊക്കെ പിന്നീട് വന്നിട്ട് അത് നമുക്കൊരു ഹൈ തരണുണ്ട്. ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ മറ്റേ സിനിമ പോലെ തന്നെ സ്ലോ പേസിൽ തുടങ്ങി കുറച്ച് കഥാപാത്രങ്ങൾ കാണുന്നു, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാനുണ്ടാവും, ഒരാളെ തിരോധാനം. ഇത് തന്നെ സംഭവം, ഒരാളെ തിരോധാനം. ഈ തിരോധാനം എന്തിനാണ്? അയാൾ ശരിക്കും അയാളുടെ ക്യാരക്ടർ നല്ലവനാണോ മോശമാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ഇത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ കുറേ ഇട്ടിട്ട് പോയിട്ട് ഈ സിനിമ അപ്പോഴും എനിക്ക് ഒരു എന്തോന്നത് ഇന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഫീല്. കിഷ്കിന്ധാകാന്ഡത്തിൽ സെയിം സാധനം. എന്നിട്ട് ഈ നമ്മുടെ ഒരു അമ്മച്ചിയുണ്ട് ഇതിനകത്ത്. അമ്മച്ചിയുടെ മലേഷ്യയിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. അത് എജ്ജാതി സീനാണ്, എജ്ജാതി ക്ലാസ് ആയിരുന്നു ആ സീന്. അവിടെ നിന്ന് പടം കയറി നമ്മളങ്ങ് പിടിച്ചിരുത്തി. പിന്നെ ഇത് ആ ഒരു സ്പേസിലാണ് പോകണമെങ്കിൽ പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് ഇമ്മേഴ്സീവായിട്ട് ഈ സിനിമ കണ്ടു തീർത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു പൂർണ്ണത, അതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് എക്കോ എന്നുള്ള സിനിമ. ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയാം? എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും പോയി കാണാം. നിങ്ങൾക്ക് കിഷ്കിന്ധാകാന്ഡം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ 100% ഈ സിനിമ ഇഷ്ടപ്പെടും. സ്റ്റിൽ കുറച്ച് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരാനുണ്ട്. കുറച്ച് ആൾക്കാർ എന്തിനാണ് ഏതാണെന്നുള്ളതൊന്നും പൂർണ്ണതയില്ല. ഇതൊരു ട്രിലജിയാണ്, നിങ്ങൾ അറിഞ്ഞാണ്, ഇതൊരു ട്രിലജിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരാൻ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഇതുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ലടേ,
ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളോ ഒരിതുമില്ല. ഒരു വലിയ മറ്റേ മലേഷ്യയൊക്കെ ഒന്ന് പറഞ്ഞു, മലേഷ്യയിലെ ഭയങ്കര ബഹളമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു വാർ നടക്കുന്നുണ്ട്. ആ വാർ നമുക്ക് അതിൻ്റെ ഭീകരത നമുക്ക് ഫീൽ ചെയ്യും. അത് തിയേറ്ററിൽ പൊളിവാറ്റിയൊന്നുമല്ല. അതാണ് അതിൻ്റെ എഴുത്തിൻ്റെ ഒരു കൈയടക്കമാണ്. ഞാൻ എന്തൊക്കെ പറയും ഞാൻ ഈ സിനിമയെക്കുറിച്ച്. ബാഹുലി തന്നെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്, എക്സലൻ്റ് വർക്ക്. അതുപോലെ സൂരജ് GS എഡിറ്റിംഗ്, മറ്റേ ടീം തന്നെ. ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്, അത് ഒരു രക്ഷയില്ലാത്ത വർക്ക്. അതാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയാനുള്ളത്. 2 മണിക്കൂർ മാത്രമേ ദൈർഘ്യമുള്ള സിനിമയാണ്. സന്ദീപ് പ്രദീപാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്ത് കുറേ ആൾക്കാരുണ്ട്. വിനീത് റോളുണ്ട്, നരയനുണ്ട്, ബിനു പപ്പു ഉണ്ട്, അശോകനുണ്ട്, ബിയാന മോമിൻ എന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഈ ചൈനക്കാരിയെ പോലെ ഇരിക്കും. പക്ഷേ ഈ വെളിയിൽ നിന്നുള്ളവരെ കൊണ്ട് മലയാളം സംസാരിക്കുമ്പോൾ ലിപ്പ് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതൊന്നും നമുക്ക് 1-2 അടുത്ത് ചെറുതായിട്ട് ലിപ്പ് പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ പക്ക അമ്മച്ചി മലയാളം സംസാരിക്കണം. ആ അമ്മച്ചി ഈ മലയാളം സംസാരിക്കണം. അതിന് അവരുടെ രൂപത്തിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഡബ്ബിങ്ങും അവരുടെ പെർഫോമൻസും ഒരു രക്ഷയില്ല. അവരുടെ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ വന്ന വേറെ 2-3 പേരുണ്ട്. സിം ഷി ഫൈ, NG ഹങ്ഷൻ, ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജിത് ശേഖർ റോൾ ചെയ്തിട്ടുണ്ട്, സഹീർ മുഹമ്മദ്. ഇത്രയും പേരേ ഉള്ളൂ ഈ സിനിമയിൽ പറയാനായിട്ട്. ഇതൊരു മാസ്റ്റർ ക്ലാസ് പടമാണ്. നമുക്കിത് ഇന്ന ലാംഗ്വേജ്, ഇത് കേരളത്തിൽ നടക്കുന്ന ടെറിട്ടറി ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. എവിടെ വേണമെങ്കിലും ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഒരുപാട് ലെയേഴ്സ് പോകുന്നുണ്ട്. അതിൽ പട്ടികളുടെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആ പട്ടികളും മനുഷ്യൻ്റെ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന കുറച്ച്, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പോയിലറാണ്, ഞാനൊന്നും പറയുന്നില്ല. പോയി കാണുക. 100% അന്യായ സിനിമ. ഇതൊക്കെയാണ് പടം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.